ഗുണമേന്മയുടെയും വിലക്കുറവിന്റെയും മഹാവിസ്മയവുമായി വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ പ്രവർത്തിക്കുന്ന മാണി സൺസിന്റെ 85ാം വാർഷികാഘോഷവും നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവും നടന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. 85 വർഷത്തെ സേവന പാരമ്പര്യവുമായി മിതമായ നിരക്കിൽ ഗുണമേന്മയേറിയ നിത്യോപയോഗ സാധനങ്ങളുടെ കമനീയ ശേഖരവുമായി വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മാണി സൺസിന്റെ വിപുലമായ നവീകരിച്ച ഷോറൂം ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തു. ഇനി നീണ്ട വർഷങ്ങള് ഈ പ്രദേശത്ത് വിശ്വസ്തമായ സേവനത്തിലൂടെ ഈ നാടിന് ഒരു അനുഗ്രഹമായി മാറുവാനായിട്ട് ഈ സ്ഥാപനത്തെ നമുക്ക് സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പൊതുവിലെ മാണീസ് എന്ന് പറയുന്ന മാണി സൺസ് ഒരുപക്ഷെ വടക്കാഞ്ചേരിയിലെ ഒരു 5 സ്ഥാപനങ്ങൾ ഇപ്പം മകൻ കൂടി ആയപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് എന്ന രീതിയിൽ അവിടെ ഒരു സ്ഥാപനവും അതിൻ്റെ ഭാഗമായി നടക്കുക. യഥാർത്ഥത്തിൽ 85 കൊല്ലം എന്ന് പറയുമ്പോൾ അതൊരു അനുഭവമാണ്. ഒപ്പം തന്നെ ആ 85 കൊല്ലം ഉള്ള ഉപഭോക്താക്കൾ ഉണ്ട് എന്നത് തലമുറകളായി കൈമാറി ആ നിലയിൽ തന്നെ അതിൻ്റെ ഒരു വ്യക്തിത്വം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതെല്ലാം കച്ചവട സ്ഥാപനങ്ങൾ വടക്കാഞ്ചേരിയിലേക്ക് കടന്നു വന്നാലും വടക്കാഞ്ചേരിയിലെ പരമ്പരാഗതമായ ഒരു സംവിധാനം ഉണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേര് ആവർത്തിക്കുകയല്ല. ആ പരമ്പരാഗതമായ സംവിധാനത്തിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഏകദേശം 100 കൊല്ലത്തിനോട് അടുക്കുന്ന പരമ്പരാഗതമായ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളും വടക്കാഞ്ചേരിയും വടക്കാഞ്ചേരിയിലെ ഗുണഭോക്താക്കളും ഉപഭോക്താക്കളൊക്കെ ആയിട്ടൊരു ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധം തന്നെയാണ് വടക്കാഞ്ചേരിക്കാരായ കച്ചവടക്കാരുടെ വിജയം എന്നാണ് എനിക്ക് വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, നഗരസഭാ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, PN വൈശാഖ്, KP മദനൻ, സണ്ണി പുത്തൂർ, MM മഹേഷ്, MH ഷാനവാസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, CPI നേതാവ് MR സോമനാരായണൻ, DCC സെക്രട്ടറി K അജിത് കുമാർ, മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, CA ശങ്കരൻകുട്ടി, TP സലാം, PN ഗോകുലൻ, വടക്കാഞ്ചേരി ഫൊറോന ചർച്ച് വികാരി ഫാദർ വർഗീസ് തരകൻ, മറ്റ് വ്യാപാരികൾ, മാണി സൺസ് മാനേജിംഗ് ഡയറക്ടർ VV ഫ്രാൻസിസ്, ഡയറക്ടർമാരായ ലൂസി ഫ്രാൻസിസ്, അനൂപ് V ഫ്രാൻസിസ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, CEO റിഷ്മു ജോൺസ് തെക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. 85 വർഷം പൂർത്തിയായി, ഇനി 86ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ തുടക്കം ഒന്ന് പറയാൻ ഏറ്റവും ഹൃസ്യമായ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1948 VD വാറു ആൻഡ് ബ്രദേഴ്സ് എന്ന പേരിൽ അപ്പനും സഹോദരന്മാരും കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചത്. അതിനുശേഷം VD വാറു അലിയാസ് മാണി എന്ന പേരിലാക്കി. എന്നാൽ VD വാറുവിനെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന പേരും വീട്ടിൽ വിളിക്കുന്ന പേരും മാണി എന്നാണ്. അതുകൊണ്ടാണ് മാണി എന്ന പേര് ഞങ്ങൾ ഇപ്പോൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാണി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അറിയുള്ളൂ. പിന്നെ VD വാറു എന്ന് പറഞ്ഞ ഒഫീഷ്യൽ നെയിം ആയതുകൊണ്ട് അത്രയധികം പബ്ലിസിറ്റി ഇല്ല. അങ്ങനെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുമ്പോൾ അപ്പം പലചരക്കട, വീട്ടിൽ ബേക്കറി, കടയിൽ ബേക്കറി, സുഭിക്ഷമായിട്ടുള്ള ജീവിതം, സ്കൂളിൽ വിട്ട് വന്ന ബേക്കറിയിൽ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പനാണെങ്കിൽ യാതൊരു റെസ്ട്രിക്ഷനും പറയാറില്ല. നമുക്ക് നല്ല ഫ്രീഡമാണ്. അത്ര ഫ്രീഡം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ആരും കൊടുക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പറയും, നമ്മുടെ മുതലാണ്, നോക്കിയാൽ നമ്മുടെ കയ്യിലുണ്ടാവും, നോക്കിയില്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവില്ല. ആ ഒരൊറ്റ കാര്യം മാത്രമേ പറയാറുള്ളൂ. പിന്നെ എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ടൊരു കച്ചവടം ചെയ്തു. അന്ന് പള്ളി പെരുന്നാളിക്ക് എനിക്കൊരു 5 രൂപ തന്നു. വീട്ടിൽ നിന്നും നമ്മുടെ ആൾക്കാരൊക്കെ കുറേ നേർച്ചയിടാൻ പൈസ തരാന്നൊരു ചടങ്ങുണ്ടല്ലോ. അപ്പം ഞാൻ കച്ചവടക്കാരനായി, എന്നിലെ കച്ചവടക്കാരനെ ഉണർന്നു. അപ്പോൾ പള്ളിപ്പറമ്പിൽ പോയി ഒരു ഓറഞ്ചിൻ്റെ വില ചോദിച്ചു. 10 പൈസ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ കൊട്ട മൊത്തം എടുക്കുകയാണെങ്കിൽ താൻ 5 പൈസക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ 5 പൈസക്ക് തന്നു എനിക്ക്. 5 രൂപയ്ക്ക് ഒരു കൊട്ട ഓറഞ്ച്. അപ്പോൾ എൻ്റെ അടുത്ത റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ 2 ആളുടെ വഴിയിലുണ്ടായിരുന്നു. അവർ വീട്ടിൽ ചെന്നു. ആദ്യം ചെന്നപ്പോൾ അവർ പറഞ്ഞോട്ടാ, ഈ പുളിക്കണ നാരങ്ങ നീ വിളിച്ചോണെന്ന് ചോദിച്ചു. അവരെന്നെ നന്നായി കളിയാക്കി. എനിക്കത് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു.
അടുത്ത റിലേറ്റീവിൻ്റെ വീട്ടിൽ ചെന്നപ്പോട്ടാ നീ ഇത് മേടിച്ചപ്പോൾ എൻ്റെ വീട്ടിലേക്കും കൊണ്ടു, ഞങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുവന്നില്ലേ, നീ നല്ലോണടാ, ഭയങ്കര സന്തോഷമായിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. പുളിക്കണ നേരങ്ങ പുളിപ്പ് കാണിക്കേണ്ടവർ തിന്നു. ബാക്കി കൊട്ടയായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞേ, കച്ചവടമൊക്കെ ഉഷാറായി, നീ പകുതി വിലക്ക് മേടിച്ചല്ലോ, പക്ഷെ ഒരു കാര്യം ചെയ്യണം, മേടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യണ്ടായിരുന്നു. ആ 10 പൈസയിലുള്ള പാഠം ഇന്നും ഞാൻ ഓരോ സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും ഞാൻ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവർ തിരിച്ചും മറിച്ചും അതൊക്കെ നോക്കുമ്പോൾ ഞാൻ പറയും, അത് ഞാൻ നോക്കിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അത് ഞാൻ 10 വയസ്സിൽ പഠിച്ചു. നോക്കി മേടിച്ചില്ലെങ്കിൽ ലാഭം മാത്രം നോക്കിയാൽ പോരാ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അത് നമുക്ക് ലാഭകരമാണെന്നില്ല. ഏത് സാധനം വാങ്ങുമ്പോഴല്ല ലാഭം, അത് ഉപയോഗിച്ച് അത് തീരുമ്പോഴാണ് നമുക്ക് ലാഭമാണോ നഷ്ടമെന്ന് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് പഠിച്ച പാഠം ഇന്നും ഞാൻ തുടരുന്നുണ്ട്. ചടങ്ങിൽ വെച്ച് മാണി സൺസിന്റെ സ്ഥിരം ഉപഭോക്താക്കളായ റിട്ടയേർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും വ്യാപാരിയുമായ ഫക്കീർ ഖാൻ, ദേവകി അമ്മ എന്നിവരെ ആദരിക്കുകയും ചെയ്തു. ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാൻ മാണി സൺസ് സന്ദർശിക്കൂ. അപ്ലയൻസസ്, സ്റ്റേഷനറി, ഗിഫ്റ്റ് ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, മേക്കപ്പ് പ്രൊഡക്ട്സ്, ഗ്രോസറി ഐറ്റംസ്, പഠനോപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഐസ്ക്രീംസ്, ശീതളപാനീയങ്ങൾ, പെറ്റ് സപ്ലൈസ്, പേഴ്സണൽ കെയർ ഐറ്റംസ് തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും 15,000 ചതുരശ്ര അടിയിൽ 3 നിലകളിലായി മാണി സൺസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഹോൾസെയിൽ വ്യാപാരികൾക്കും റീറ്റെയിൽ ഉപഭോക്താക്കൾക്കും പ്രത്യേകം കൗണ്ടറുകളും ഒരുക്കിയിരിക്കുന്നു. വാർഷികത്തോടനുബന്ധിച്ച നിരവധിയായ നറുക്കെടുപ്പുകളും ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും സംഘടിപ്പിച്ചിരുന്നു. മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ വാഷിംഗ് മെഷീൻ, LED TV, ഗ്യാസ് സ്റ്റൗ തുടങ്ങിയവയും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. ബിസിനസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്.